വീട്ടിലേക്ക്. ദേ അങ്ങനെ നമ്മൾ തിരിച്ച് ചെന്നൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ ഓടിപ്പാഞ്ഞ് നടന്ന നമ്മുടെ മാമാട്ടിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇനി എൻ്റെ ഒരു കളി ഇവിടെ നടക്കത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെ വന്നപടിയതേ ഒരു പാവക്കുട്ടിനെയും കെട്ടിപ്പിടിച്ചൊരു മൂലയ്ക്ക് ഇരിക്കുവാണ് കേട്ടോ ആള്. നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴേക്ക് നാട്ടില് നല്ല മഴയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സങ്കടമായിട്ടുണ്ടായിരുന്നു, നമ്മളുള്ള ദിവസം ഒന്നും മഴയില്ലായിരുന്നു. പക്ഷെ ദേ സങ്കടം കണ്ടിട്ട് എന്താ വേണം, ദേ ചെന്നൈയിൽ ഇപ്പൊ മഴയുണ്ട് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് പകുതി ഭാഗം വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളും പിന്നെ നമ്മളിങ്ങനെ അലച്ചിലും ഒക്കെ ആയിരിക്കും കേട്ടോ. അതാണ് ഒരു ഡേ ചെയ്യാത്തത്. ഒരു 60% അപ്പൂസ് ഇതേ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട് കേട്ടോ. എന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അപ്പൂസിന് നല്ല രീതിക്ക് ആവശ്യമായതുകൊണ്ട് ഞാൻ സഹായിക്കുന്നുണ്ട്. ഈ സാരി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് മാനുഫാക്ചറുമായിട്ട് സംസാരിച്ച് തപ്പി കണ്ടുപിടിച്ചൊരു സാരിയാണ് കേട്ടാ. എനിക്ക് അതിന്റെ കഷ്ടപ്പാട് നിങ്ങളോട് എങ്ങനെ പറഞ്ഞു തരുമെന്ന് അറിയാൻ വയ്യ. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. എന്റെ ഫേവറേറ്റ് കളർ മാത്രമാണ് ഞാൻ നോക്കി എടുത്തിട്ടുള്ളത്. മഹേശ്വരി സിൽക്ക് കോട്ടൺ ആണ് കേട്ടോ. കോട്ടണിലൊരു വെറൈറ്റി, അതാർക്കാണ് ഇഷ്ടമല്ലാത്തത്. നമ്മുടെ ആക്ട്രസ് മിയ ഒരു സമയത്ത് ഉടുത്ത് വൈറലായിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ്, അത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇതിന്റെ സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് DM ചെയ്താൽ മതിയേ. പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് കോംബോസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. 199 ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ്. ആന്റി ടെർണിഷ് ജ്വല്ലറി ഞാൻ മാമാട്ടിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. ഏറ്റവും നല്ലൊരാളാണ് കേട്ടോ മാമാട്ടി ഇത് ട്രൈ ചെയ്ത് നോക്കിയാൻ പറ്റിയ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം 5 തവണയെങ്കിലും അവള് കുളിക്കാറുണ്ട്. എന്നിട്ട് ഇതുവരെ അതിന്റെ കളർ ഒന്നും പോയിട്ടില്ല കേട്ടോ. സെറ്റ് സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ.